ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി. അതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ പലരും കേരളത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് അനുസരിച്ചിട്ട് പലരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ച് അവെയർ അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ ആൾക്കാർ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് താല്പര്യം കാണിക്കുകയും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നൊരു കാലഘട്ടം കൂടിയാണത്. ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസോ അല്ലാത്ത സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യാത്തവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മറ്റു വ്യക്തികളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഗവൺമെൻറ് എംപ്ലോയീസിനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ആയാലും ഒക്കെ അത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇൻഷുറൻസ് സ്കീമൊക്കെ ഉണ്ടാകുകയും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സാധാരണ വ്യക്തികൾക്ക്, കാരണം ഈ രണ്ട് മേഖലയിലും ജോലി ചെയ്യാത്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരു സാധാരണ പൗരൻ നിലയിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എന്തിനാണ് സാധാരണ പ്രിഫർ ചെയ്യുന്നത്? കാരണം ഈ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് പല ഹെൽത്ത് എമർജൻസീസും അപ്രതീക്ഷിതമായിട്ടുണ്ടാകാം. എല്ലാ വ്യക്തികൾക്കും പിന്നെ അവർക്ക് അവർ നേരിടാൻ പോകുന്ന ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നും എല്ലാവർക്കും അത് മീറ്റ് ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ കഴിയുന്നവരല്ല. കാരണം നമുക്കറിയത്തില്ല മനുഷ്യർക്ക് ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കത്തില്ല. അപ്പം സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ ഒത്തിരി പലതരത്തിലുള്ള പോളിസീസ് അവൈലബിൾ ആണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതും പ്രൈവറ്റ് മേഖലയിലുള്ളതുമായിട്ടുള്ള നിരവധി നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അവരിൽ നമുക്ക് ഇൻഷുറൻസ് പോളിസീസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, നമുക്ക് എടുക്കാവുന്നതാണ്, നമുക്ക് അല്ലെങ്കിൽ അതിൽ നമുക്കൊരു ഭാഗവാക്കാകാവുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നൊരു മേഖല വളരെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ തന്നെയും നമ്മുടെ ചിലവ് വളരെ കൂടുതലാണ്, അല്ലേ? ആശുപത്രി ചിലവുകൾ വളരെ കൂടുതലാണ്. ആശുപത്രികളുടെ എണ്ണങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെയും എന്താ പറയുന്നത്, ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ആശുപത്രി ചിലവുകൾ പ്ലസ് അതിൻ്റെ കോസ്റ്റ് എസ്കലേഷൻ അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സ്കീമിൽ നമുക്ക് ജോയിൻ ചെയ്ത് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആയിരിക്കത്തില്ല. നമുക്ക് അപകടങ്ങളും രോഗങ്ങളും രണ്ട് കാര്യങ്ങളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ആക്സിഡൻസിനും പിന്നെ നമുക്ക് സാധാരണ വരുന്ന രോഗങ്ങൾക്കും ആണല്ലോ നമ്മൾ നടന്നില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരം അവസ്ഥകളും നമുക്ക് തരണം ചെയ്യുവാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അവസരങ്ങളിൽ കൂടെ ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ, നമ്മൾക്കറിയത്തില്ല നാളെ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നുള്ളത്. ആക്സിഡൻറ്റ് സംഭവിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങൾ. എന്നുവെച്ചാൽ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് നേരിടാൻ പറ്റും, സാധിക്കാം, നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ. അപ്പോൾ അന്നേരം ഉണ്ടാകാൻ പോകുന്ന ഭാരിച്ച ചിലവുകൾ തരണം ചെയ്യാൻ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് വളരെ നമുക്ക് പ്രയോജനം അല്ലെങ്കിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പം ഒരു ഇൻഷുറൻസ് കമ്പനിക്കും സ്വന്തമായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഇവിടെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. ഈ പറഞ്ഞ ഇൻഷുറൻസ് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ അവരുടെ നിരീക്ഷണത്തിൽ
അല്ലെങ്കിൽ അവരുടെ പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു ഇൻഷുറൻസ് കമ്പനിക്കും ഇവിടെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഫങ്ഷൻ ചെയ്യാൻ ഇവിടെ പ്രവർത്തനം തുടങ്ങാൻ സാധിക്കത്തില്ല. പ്രവർത്തനം തുടങ്ങണമെങ്കിൽ IRDAI പിന്നെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പെർമിഷൻ അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുന്നത് ഒരു ലൈസൻസ് ഒക്കെ ഉണ്ടാകണം. അപ്പോൾ അത് നമുക്കറിയാം എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും അത് അത്യാവശ്യമാണത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് അവരുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിക്കും ക്ലെയിമുകളൊന്നും നിരസിക്കാനും സാധിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് തട്ടിരോ വെട്ടിരോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ പലതരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികളുണ്ട്. പലതരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് പലതരത്തിലുള്ള സ്കീമുണ്ട്. അപ്പം ഇതൊരു വളരെ വ്യാപകമായിട്ടുള്ളൊരു മേഖലയാണല്ലോ തീർച്ചയായിട്ടും ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഹെൽത്ത് വ്യാപകമായിട്ടുള്ള മേഖലയായതുകൊണ്ട്, കാരണം വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ, രോഗങ്ങൾ ഒക്കെ തന്നെ ഉണ്ടല്ലോ, പല തലങ്ങളുണ്ട്, പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കവർ ചെയ്യത്തക്ക രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകളും അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള പോളിസി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി അല്ല, അവരുടെ നയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം IRDAIയുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിന്നെ ശരിയായുള്ള നിയമങ്ങളെല്ലാം അവിടുന്ന് ഉണ്ടാക്കി അതിനനുസരിച്ച് അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമുക്കറിയാം ഈ ഇന്ത്യയിലെ ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തിൽ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് അല്ലെങ്കിൽ നമുക്കൊരു സൂചിക മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല എന്നുള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഒന്നുമില്ല. മറ്റുള്ള ദേശങ്ങളിലുള്ള ആൾക്കാർക്കുള്ള പോലൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നമ്മളും നേരിടുന്നുണ്ട്. പക്ഷേ എന്തായാലും മോറോലെസ് ജനങ്ങൾ ഒരു അല്പം കൂടെയൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. കാരണം ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ അനാരോഗ്യപരമായിട്ടുള്ള പ്രവണതകളില്ലെന്നല്ല. അല്ലെങ്കിൽ ആരോഗ്യത്തിന് നമ്മൾ 100% ഹെൽത്തിയാണ് അല്ലെങ്കിൽ 100% നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളതല്ല അർത്ഥം. അപ്പോൾ നമ്മൾ സാധാരണ നേരിടുന്ന പിന്നെ ചില മേജർ ഹെൽത്ത് പ്രോബ്ലംസ് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, വളരെ വ്യാപകമായിട്ടുള്ള ഒന്നാണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രിവലൻസ് ഇന്ത്യയിൽ പിന്നെ 8% സോറി, കേരളത്തിൽ 20%. ഇന്ത്യയുടെ ആവറേജ് 8%. അപ്പോൾ അതിൻ്റെ ഇരട്ടിയുടെ കൂടുതലാണ്. 8-16 വീണ്ടും കൂടുതലാണ്. 20% ഈ കേരളത്തിലെ ഡയബറ്റീസിൻ്റെ പ്രിവലൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഡയബറ്റീസ് ക്യാപിറ്റൽ എന്നാണ് കേരളത്തെ അറിയപ്പെടുന്നത്. അപ്പം ഒരു അച്യുത മേനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസസ് സ്റ്റഡീസ് എൻ്റെ ഒരു റിസർച്ച് സർവേ അനുസരിച്ചിട്ട് കേരളത്തിൽ 5-1 ഡയബറ്റീസ് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കപ്പെട്ടുള്ളത്. അത് നമുക്കറിയാം, എല്ലായിടത്തും ഉണ്ട്. ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും മിനിമം ഒരാൾക്കെങ്കിലും ഡയബറ്റീസ് ഇല്ലാത്തൊരു വീട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ 5-1 ഡയബറ്റീസ് കേരളത്തിലുണ്ട് എന്നുള്ളൊരു സർവേ പഠനം ലഭ്യമാണ് നമുക്കുണ്ടെങ്കിൽ. പിന്നുള്ളതാണ് ക്യാൻസറും പിന്നെ കേരളത്തിൽ വളരെ അധികം പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. അപ്പം ഹയസ്റ്റ് മോർട്ടാലിറ്റി മരണനിരക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന മരണനിരക്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസറിൻ്റെയും കൂടെ ഒരു കാരണം ആകുന്നുണ്ട്. അപ്പം ഒരു വർഷം ഏകദേശം 35,000 മുതൽ 40,000 ആൾക്കാർ ക്യാൻസർ ഉണ്ടെന്നുള്ള ഒരു ഡയഗ്നോസിസ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ നമുക്ക് പറയാവുന്ന ഹാർട്ട് ഡിസീസാണ്. ഹാർട്ട് ഡിസീസും നമുക്കറിയാം കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2018-19 ഒരു സർവേ അനുസരിച്ച് 63,000 ആൾക്കാർ കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട്. 1,00,000 പിന്നെ 382 പുരുഷന്മാർക്കും 128 സ്ത്രീകൾക്കും കൊറോണറി ആർട്ടറി ഡിസീസ് വന്ന് മരിക്കുന്നതായിട്ടാണ് സർവേ ഫലം വെളിപ്പെടുത്തുന്നത്. പിന്നെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷറാണ്. അതും
ഈ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അച്യുതമേനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസിൻ്റെ സ്റ്റഡി അനുസരിച്ച് 3 ഹൈപ്പർ ടെൻഷൻ കേരളത്തിലുണ്ടെന്നുള്ളതാണ് ആ സർവേയുടെ ഫലം പറയാം. പിന്നെ ഒബീസിറ്റി, പൊണ്ണത്തടിയുള്ള ആൾക്കാരും വർഷാവർഷമായിട്ട് അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും വർദ്ധിച്ചു വരികയാണ്. അപ്പം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഡാറ്റ അനുസരിച്ചിട്ട് കേരളത്തിൽ 36% പുരുഷന്മാർക്കും 37% സ്ത്രീകൾക്കും പൊണ്ണത്തടി ഉണ്ട് എന്നുള്ളതാണ് സർവേയുടെ ഫലം വരുന്നത്. അപ്പം നാഷണൽ ആവറേജിനെ അത് ക്രോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങളും നമ്മൾ നാഷണൽ ആവറേജായിട്ടൊക്കെ നോക്കുമ്പോൾ വളരെ മുൻപന്തിയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡെങ്കു പനി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതും കേരളത്തെ സംബന്ധിച്ച് വലിയൊരു വില്ലനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നവരും ഡെങ്കു പനി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 2022 ഏകദേശം 33,400 ഡെങ്കു കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. പിന്നെ ഉള്ളതാണ് ലെപ്റ്റോസ്പിറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം. അതും കേരളത്തിൽ വളരെ കൂടുതലാണത്. പിന്നെ വാട്ടർ ബോൺ ഡിസീസ്, അതായത് വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. നമുക്ക് ടൈഫോയിഡ് അല്ലേ, ഹെപ്പാറ്റൈറ്റിസ് എ, അത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കണ്ടുവരുന്ന രോഗമാണെന്ന് പറഞ്ഞാൽ. മരണം വളരെ കുറവാണെങ്കിൽ തന്നെയും 2022 100-ൽ പരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ കേരളത്തിൽ നമ്മൾ വളരെ സിവിയറായിട്ട് രൂക്ഷമായിട്ട് ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ്. പിന്നെ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കേരളം ഡയബറ്റീസ് ക്യാപിറ്റലാണ് ഇന്ത്യയുടെ. 40%-ലധികം ആൾക്കാരായിട്ട് പിന്നെ ഹാർട്ട് ഡിസീസ് മരിക്കുന്നുണ്ട്. ഹാർട്ട് ഡിസീസിൻ്റെ പ്രിവലൻസ് 19.9% കേരളത്തിൽ. ക്യാൻസർ, കേരളത്തിലെ ക്യാൻസറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 474 സ്ത്രീകളും 413 പുരുഷന്മാരും പെർ മില്യൺ. 10 ലക്ഷത്തിൽ 974 സ്ത്രീകളും 913 പുരുഷന്മാർക്കും ക്യാൻസർ ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ. ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ നടക്കുന്ന സ്ത്രീകൾക്കാണ്. ബ്രസ്റ്റ് ക്യാൻസർ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ക്യാൻസർ കേരളത്തിൽ സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും ഒരു ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പുരുഷന്മാരിൽ കാണുന്നതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. പിന്നെ കൊളസ്ട്രോൾ, കേരളത്തിലെ ആൾക്കാർക്ക് വളരെ ഹയസ്റ്റ് ലെവൽ ഓഫ് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം ഇത്രയും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സത്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ സർവേ ഫലങ്ങൾ അല്ലെങ്കിൽ ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളം ഒട്ടും തന്നെ ആരോഗ്യപരമായിട്ടുള്ളൊരു പിന്നെ നമ്മൾ ഈ ക്ലെയിം ചെയ്യുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് വളരെ രൂക്ഷമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ അസുഖങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക്, നമ്മൾക്ക്, നമ്മുടെ കുടുംബത്തിൽ അല്ലേ എല്ലാം നമ്മൾ നേരിടുകയും അല്ലെങ്കിൽ നമ്മൾ കാണുകയും അല്ലെങ്കിൽ അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്കറിയാം, ഇതുവരെ നമ്മൾ നേരിട്ടിട്ടില്ലെങ്കിൽ നാളെ നമുക്കറിയത്തില്ല എന്തായിരിക്കും നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും അവസ്ഥ എന്നുള്ളത്. പിന്നെ ആക്സിഡൻസ് മറ്റൊരു വിഷയമാണ്. കാരണം ഇന്നെല്ലാവരും ഏകദേശം ഭൂരിഭാഗം ആൾക്കാരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രമല്ല ആക്സിഡൻറ്റിൽ പെടുന്നത്, എന്നാൽ തന്നെയും കൂടുതൽ വാഹന അപകടങ്ങൾ നമ്മൾ സ്ഥിരം ദിവസവും നമ്മൾ കാണുന്നതാണ്, വാർത്തകളിൽ കാണുന്നതാണ്. അപ്പം നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി, 2 വീലർ അല്ലെങ്കിൽ ഈവൻ ഓട്ടോമൊബൈൽസ് ആയിട്ടുള്ള കാറുകളൊക്കെ ഓടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നാളെ നമുക്ക്
ആക്സിഡൻറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആശുപത്രികളിൽ പോവുകയും അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ചിലവുകൾ വഹിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും വ്യത്യസ്തമായിട്ടുള്ള പോളിസി ഉണ്ടെന്ന് പറഞ്ഞു, പാക്കേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അത് നമുക്കറിയാം. അപ്പം നമ്മൾ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ഈ കൺട്രോളിംഗ് ബോഡിയായിട്ടുള്ള IRDAIയുടെ നിരീക്ഷണത്തിലാണെങ്കിൽ തന്നെയും അവർക്ക് വ്യക്തിപരമായിട്ട് ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും അവർക്ക് ഓട്ടോണമി ഉണ്ട്. കാരണം അവർക്ക് അവരുടെ പോളിസി അനുസരിച്ച്, നയങ്ങളനുസരിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള പാക്കേജുകൾ ഡെവലപ്പ് ചെയ്യാനും മാർക്കറ്റ് സെൽ ചെയ്യാനൊക്കെ അവർക്ക് അധികാരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകളാണുള്ളത്. അപ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞാൽ, നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ എന്തായിരിക്കും, നമ്മളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ വേണ്ടി. അപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് ശേഷമുള്ള കവറേജ് ചില കമ്പനികൾ നൽകത്തില്ല. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിനും അതിനുശേഷമുള്ളത് എന്നുവെച്ചാൽ പ്രീ പോസ്റ്റ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആശുപത്രിയിൽ ചെന്നതിന് ശേഷമുള്ള, ആശുപത്രിക്കകത്ത് പ്രവേശിച്ചതിന് ശേഷമുള്ള ചിലവുകളുടെ മാത്രമേ ചില ഇൻഷുറൻസ് കമ്പനികൾ വഹിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ് അനുയോജ്യം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് പറഞ്ഞാൽ മുറി വാടക. ആശുപത്രിയിൽ നമുക്കറിയാം മുറി വാടക ഉണ്ട്, റൂം റെൻ്റ് ഉണ്ട്. അപ്പോൾ ചില കമ്പനികൾക്ക് മുറി വാടകയിൽ വ്യത്യസ്തമായിട്ടുള്ള പരിധികളായിരിക്കും അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കയ്യിൽ എത്രത്തോളം പൈസ ചിലവാക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആവശ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ മൊത്തം കവറേജിൻ്റെ, ഇൻഷുറൻസ് കവറേജിൻ്റെ ഒരു പ്രത്യേക ശതമാനം മാത്രമായിരിക്കും, ഒരു നിശ്ചിത ശതമാനം മാത്രമായിരിക്കും അവർ മുറി വാടകയ്ക്കായിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകൾ ആണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏത് ആശുപത്രിയിലാണ് നമുക്ക് ചികിത്സ, ആക്സിഡൻറ്റ് വരുമ്പോഴുള്ള കാര്യമല്ല പറഞ്ഞത്, നമുക്കല്ലാതെ നോർമലായിട്ട് ഇപ്പം നമുക്ക് വരുന്ന മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, നമ്മൾ തീർച്ചയായിട്ടും ഇപ്പം നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആർക്കോ ഒരു ഹെൽത്ത് ഇഷ്യൂ വരികയാണ്. അപ്പം നമുക്കറിയാമായിരിക്കില്ല ഏതോ ഹോസ്പിറ്റലിലേക്കായിരിക്കും നമുക്ക് പോകേണ്ടി വരിക എന്നുള്ളത് നമുക്കറിയാമായിരിക്കില്ല. ഒരു നോർമൽ കേസിൽ അപ്പം അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലം, നമ്മളെവിടെയാണ് താമസിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് മുറി വാടക അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. കാരണം സിറ്റിയിലൊരു റേറ്റ് ആയിരിക്കും, ടൗൺ തന്നെ വ്യത്യസ്തമായുള്ള ടൗണുകളുണ്ടായിരിക്കും അല്ലേ. ടൗൺ ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകൾ, അവർ വ്യത്യസ്തമായിട്ടുള്ള മുറി വാടകയായിരിക്കും അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇക്കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല വാടകയുള്ള മുറികളുണ്ടായിരിക്കുമല്ലോ ഹോസ്പിറ്റലൊക്കെ, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മുറികളിൽ നമുക്ക് താമസിക്കണം നിർബന്ധമുണ്ടെങ്കിൽ, അതായത് ഭാവിയിൽ നമുക്ക് അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് നല്ല ലക്ഷറീസായിട്ടുള്ള റൂമുകളിൽ, ഹോസ്പിറ്റൽ റൂമുകളിൽ ലക്ഷറീസ് നല്ല റൂം വാടകയുള്ള, മുറി വാടകയുള്ള മുറികൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അതുപോലുള്ള പോളിസികൾ തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തെടുക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ മൂന്നാമതായി പറയുന്നത്, നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പം, കാരണം ഒരു ഇൻഷുറൻസ് പാക്കേജ് നമ്മൾ എടുക്കുമ്പോൾ, ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു ഇൻഷുറൻസ് പാക്കേജ് എടുക്കുമ്പോൾ ആ ഇൻഷുറൻസ് പാക്കേജ് സർട്ടൻ ഹോസ്പിറ്റലിൽ മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. എല്ലാ ഹോസ്പിറ്റലിലും നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കേണ്ട. എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം ഏതൊക്കെ ആശുപത്രികളിൽ അതിന് സാധ്യതയുണ്ടെന്ന് കാര്യം ഉറപ്പുവരുത്തുക. സ്ഥിരം പോകുന്നതും അടുത്തുള്ളതുമായ ആശുപത്രികളിൽ, അതായത് നമുക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ടൗണിൽ, പെട്ടെന്ന് നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന ഹോസ്പിറ്റലുകൾ. അപ്പോൾ അതൊക്കെ നമ്മളെടുക്കുന്ന ഇൻഷുറൻസ് പോളിസി കവർ ചെയ്യുന്നുണ്ടോ, ഈ ഹോസ്പിറ്റലിലൊക്കെ ആ ലിസ്റ്റിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക.
ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നമുക്ക് അത്തരം പോളിസി എടുക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ പോളിസി എടുക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികളുമായിട്ട് ഇപ്പം അവർ പറയുന്നത് ആശുപത്രിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളും മിക്കവാറും ഇൻഷുറൻസിൻ്റെ ഒരു സെക്ഷനൊക്കെ കാണും. മിക്കവാറും ഒരുമാതിരിപ്പെട്ട എല്ലാ വലിയ നല്ല ഹോസ്പിറ്റലുകളിലും ഇൻഷുറൻസിൻ്റെ ഒരു സെക്ഷനൊക്കെ കാണും. അപ്പോൾ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ഷനിലെ ഏതെങ്കിലും ഓഫീസറുമായി അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ ഈ പോളിസിയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കുമെന്നും വിശദമായിട്ട് അറിയാവുന്നത്. ഓരോ കമ്പനികളും കവറേജ് ലഭിക്കുന്ന രോഗങ്ങളുടെ ലിസ്റ്റ് നേരത്തെ തന്നെ കൈമാറുന്നുണ്ട്. അപ്പം കമ്പനികളുടെ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾ അവർ വ്യത്യസ്തമായിട്ടുള്ള പാക്കേജ് ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പാക്കേജിനകത്തിൽ അവർ കവർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളായിരിക്കും, അസുഖങ്ങളായിരിക്കും. അപ്പോൾ ഒരു പാക്കേജിനകത്ത് എല്ലാ അസുഖവും കിട്ടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു പാക്കേജിലുള്ള അസുഖം മറ്റൊരു പാക്കേജിനകത്ത് കാണത്തില്ല. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാക്കേജിൽ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണയായി നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികൾ തീർച്ചയായിട്ടും നമുക്ക് എടുക്കേണ്ടതാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഇൻഷുറൻസ് പോളിസി എടുക്കാവൂ എന്നാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. പിന്നെ നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പോളിസി തിരഞ്ഞെടുക്കുന്നത് ഇത് ഗുണം ചെയ്യും. അത് നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും നമ്മളെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളൊക്കെ അനുസരിച്ചുണ്ടായിരിക്കും. പിന്നെ NRIസിന് എടുക്കാം, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന്, അതായത് ഇന്ത്യക്ക് വെളിയിൽ, കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ അവർക്ക് അവരുടെ മെഡിക്കൽ എക്സ്പെൻസ് അവർ കേരളം അല്ലെങ്കിൽ അവർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ചികിത്സ ആവശ്യമുള്ള സമയത്താണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ പോളിസി അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും തിരിച്ച് സ്ഥിരമായി നാട്ടിലേക്ക് വരികയാണെങ്കിൽ തന്നെ ആ പോളിസി അവർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ പേരൻസ്, ഇപ്പോൾ NRIസ് അവരുടെ പേരൻസ്, കേരളത്തിലുള്ള പേരൻസിന് വേണ്ടി അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അവർക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിലെ മുതിർന്ന അവരുടെ മാതാപിതാക്കൾക്കും, എന്നുവെച്ചാൽ NRIസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം അവർ നാട്ടിലില്ലെങ്കിൽ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ അവർക്ക് തീർച്ചയായിട്ടും അത്തരം പോളിസികൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരായിട്ടുള്ള അവരുടെ പേരൻസിനും അതുപോലുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡുള്ള ഇഷ്യൂസ്, ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പോളിസീസ് അവർക്ക് ഉപയോഗിക്കാൻ തന്നെ. NRIസ് ഇവിടെ ഫിസിക്കലി അവരുടെ സന്നിഹിതരാണ് നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് അവർ കൊടുത്ത GST, ഇൻഷുറൻസ് പ്രീമിയത്തിന് കൊടുത്ത GST അവർക്ക് തീർച്ചയായിട്ടും റീഫണ്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഇൻഷുറൻസ് ഇവിടെ അവർ മേടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രിവിലേജസ് ഒക്കെ NRIസിനുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് NRIസിനും ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവർക്കും എല്ലാം തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ജോലിയുള്ള ആൾക്കാർ അല്ലാതെ പൊതുവെയുള്ള കോമൺ പീപ്പിളിന് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇനിയുള്ള കാലം തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങളുടെ തന്നെ കാലമായിരിക്കും. നമുക്കിപ്പോൾ തന്നെ അറിയാം എന്തെല്ലാം രോഗങ്ങളാണ് പല ആൾക്കാരും നേരിടുന്നതെന്നും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലെ പല അംഗങ്ങൾ നേരിടുന്നത്. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉണ്ടാകും, ഹാർട്ട് ഡിസീസ്, അല്ലേ, അതുപോലുള്ള വിഷയങ്ങൾ, ഡെങ്കു, ടൈഫോയിഡ് ഫീവർ, ഹെപ്പറ്റൈറ്റിസ്, ക്യാൻസർ, ഇതുപോലുള്ള സ്ഥിരമായി നമ്മളിവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഡിസീസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നാളെ അത് നമുക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലുള്ള ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അത് അറിയാവുന്ന ആൾക്കാരെ സമീപിച്ച് അവരിൽ നിന്ന് ഇപ്പോൾ ഇൻഷുറൻസ് ഏജൻസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മളുടെ നാട്ടിൽ. ഇപ്പോൾ ഇൻഷുറൻസ് ഏജൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീൽ ചെയ്യുന്ന ആ കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവരണം അവർക്ക് നൽകാൻ സാധിക്കും.
ഇപ്പോൾ ചില ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കുമ്പോൾ ഇത്ര പ്രായത്തിന് ശേഷമുള്ള ആൾക്കാർക്ക് മെഡിക്കൽ എടുക്കേണ്ടി വരുമായിരിക്കും. എനിക്കൊന്ന് 50 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് മെഡിക്കൽ എടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു വലിയ വിഷയമൊന്നുമില്ല. ചില മെഡിക്കൽ ചെക്കപ്സ് വേണ്ടി വരും. അപ്പോൾ ആ മെഡിക്കൽ ചെക്കപ്പിൻ്റെ ബേസിലായിരിക്കും ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ മെഡിക്കൽ ചെക്കപ്പിനുള്ള അതിൻ്റെ പകുതി 50% വല്ല നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുമായിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾക്കും വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകളായിരിക്കുള്ളത്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഇൻഷുറൻസ് ഏജൻസ് നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീൽ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ പാക്കേജിനെ കുറിച്ചും അല്ലെങ്കിൽ പോളിസീസിനെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിവരണം അല്ലെങ്കിൽ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് പോളിസി മസ്റ്റായിട്ട് എല്ലാവരും എടുക്കുവാൻ സന്നദ്ധത കാണിക്കുക എന്നുള്ളത് നമുക്ക് നാളെ ഉപകാരപ്രദമാകും എന്നുള്ളൊരു കാര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാരണം നമുക്കറിയാം ഇനിയും രോഗങ്ങളുടെ കാലമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള കോസ്റ്റും വളരെ കൂടുതലായിരിക്കും. കാര്യം ശരിയാണ്, നമ്മുടെ കേരളത്തിൽ ഹെൽത്തൊക്കെ വളരെ ബൂമിംഗ് ആയിട്ടുള്ളൊരു സെക്ടറൊക്കെയാണ്. എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ട്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ഒക്കെ ഹെൽത്ത് ഇൻഡെക്സിലൊക്കെ ഒരു പക്ഷേ വളരെ മുമ്പിലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എല്ലാ രോഗങ്ങളും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എല്ലാ രോഗങ്ങളും ഭൂരിപക്ഷം ആൾക്കാരിലും കാണുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നാളെ നമുക്ക് നേരിടാൻ പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇമർജൻസി അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിനെ നമുക്ക് സധൈര്യം അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് നമുക്ക് അതിനെ തരണം ചെയ്യാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വളരെ മസ്റ്റാണ്. അപ്പോൾ അതെടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൂടെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില കോംപ്ലിക്കേഷൻസൊക്കെ സങ്കീർണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ടോപ്പിക്കായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.